പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവില കൂട്ടി. 2 രൂപ 86 പൈസ മുതൽ 3 രൂപ 29 പൈസ വരെയാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 110 രൂപ 25 പൈസയായി. ഡീസൽ വില 99 രൂപ 63 പൈസയാണ്. അശ്വതിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വതി, ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ ഇന്ധനവില കൂടിയെന്നുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക? പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം രാജ്യത്ത് കൊണ്ടുവരുന്നത്. പല മേഖലകളിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഇന്ധനവിലയിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ഒറ്റയടിക്ക് 3 രൂപ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ആളുകളൊക്കെ ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കൊച്ചിയിൽ 108 രൂപ 62 പൈസയാണ് പെട്രോളിന് വില വന്നിരിക്കുന്നത്. ഡീസലിന് 97 രൂപ 55 പൈസയാണ് ഡീസലിന് വില വന്നിരിക്കുന്നത്. ആളുകളൊക്കെ ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ സ്വാഭാവികമായി നമുക്കറിയാം, ഈ ഇന്ധനവില ഇങ്ങനെ ഒറ്റയടിക്ക് കൂടുമ്പോൾ അത് മറ്റ് എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവശ്യ വസ്തുക്കൾക്കടക്കം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ കൊച്ചിയിലെ വിവിധ പമ്പുകളിലൊക്കെ മന്ദഗതിയിൽ ആളുകൾ എത്തുന്നതേ ഉള്ളൂ. കാരണം ആളുകളൊക്കെ ഓഫീസുകളിലേക്കൊക്കെ വരുന്ന ഒരു സമയമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തിരക്ക് അല്പം കുറവാണ്. എങ്കിൽ പോലും ചേട്ടാ, ഇത് ഓക്കെ, ഇവിടെ ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഏട്ടാ, ഇത് പെട്ടെന്നൊരു വില വർധനവ് ഇത് പ്രതീക്ഷിച്ചു പറഞ്ഞിരുന്നു? വില വർധനവ് ഉണ്ടാവുമെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നാകുന്നുള്ളത് അറിയില്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആവുന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്, ഇത് ചെയ്തിരുന്നത്. ആളുകൾ വളരെ പെട്ടെന്നൊക്കെ ഈ പമ്പുകളിലേക്കൊക്കെ ഓടിയെത്തുന്ന അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ എല്ലാവരും വില കൂടുന്ന എല്ലാവർക്കും മിക്കവർക്കും അറിയാമായിരുന്നു. അവർ മിക്കവരും ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടാണ് എല്ലാവരും പോയിരുന്നത്. എല്ലാവർക്കും അവയർനെസ് ഉണ്ടായിരുന്നു. ഓൾറെഡി കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇനി ഈ ഇന്നത്തെ തിരക്കൊക്കെ വർദ്ധിക്കുന്നൊരു സമയം ആവുന്നേ. അതെ, ഇവിടെ തിരക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ കമ്പനി ടൈം, ആ ടൈം ഒരു 9 മണി 8 മണി 8:30 9 മണി ആകുമ്പോഴാണ് തിരക്ക് കൂടുന്നത്. ഇപ്പോൾ എത്രയാണ് ഇന്നത്തെ ഒരു വില? ഇന്നിപ്പോൾ 108.70 പെട്രോളിന്റെ വില വന്നിരിക്കുന്നത്. ഡീസലിന്റെ വില വന്നിരിക്കുന്നത് 97.60. ഇവിടെ ആളുകളൊക്കെ ഇവിടേക്ക് പമ്പിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇവിടെ കസ്റ്റമേഴ്സൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും വിവിധ പമ്പുകളിലേക്ക് കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ആളുകളൊക്കെ എത്തിത്തുടങ്ങും. അവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും മറ്റ് മേഖലകളെയൊക്കെ തന്നെ ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യത, എല്ലാ തരത്തിലും അവശ്യ വസ്തുക്കൾക്കടക്കം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ അവശ്യ വസ്തുക്കൾക്കൊക്കെ എല്ലാത്തിനും വില കയറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. സാധാരണക്കാരൻ നിലയിൽ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എണ്ണയ്ക്ക് വില കൂടിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ജനങ്ങൾക്ക്. നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ശമ്പളം കൂടുന്നില്ല, പക്ഷെ നേരെ തിരിച്ച് ബാക്കി സാധനങ്ങൾക്കെല്ലാം വില കൂടും. അവരുടെ ഒരു ആശങ്കയാണ് പങ്കുവെക്കുന്നത്. സാധാരണ തൊഴിലാളികൾ ആണ്. ഇവർക്കും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു. ചേട്ടാ, ഈ ഇന്ധനവില കൂടി എങ്ങനെയാണ് അതിനെ കാണുന്നത്? മൊത്തം എല്ലാവർക്കുമുള്ള ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. എല്ലാ പെട്രോൾ വില കൂടുമ്പോൾ തന്നെ എല്ലാത്തിനും വില കൂടുമല്ല. ജോലിയുടെ കൂലികളും കാര്യങ്ങളും എല്ലാം കൂടും. അതെല്ലാം മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു വില വർധന ഉണ്ടാവുന്നുള്ള? പ്രതീക്ഷിച്ചിരുന്നു. അവിടുത്തെ യുദ്ധ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരുമെന്ന് അറിയായിരുന്നു. ഇനിയും കൂടാനുള്ള ഒരു സാധ്യത അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും സാധാരണക്കാരുടെ പ്രതികരണമാണ്. അവശ്യ വസ്തുക്കൾക്ക് അടക്കം വില വർദ്ധിക്കുന്നു. സമസ്ത മേഖലകളിലും വില വർധനവ് ഉണ്ടാകുന്നു എന്നതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. അതിനനുസരിച്ചുള്ള വരുമാനം, മറ്റു കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ വലിയ വില വർധനവ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം കടക്കുന്നു എന്നൊരു ആശങ്ക സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കുക്കിംഗ് ഗ്യാസിന്റെ കാര്യത്തിലൊക്കെ തന്നെ ആ ഒരു ആശങ്ക നിലനിന്നിരുന്നു. അത് മറ്റു മേഖലകളിലേക്കും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്ധന വിലയുടെ കാര്യത്തിലടക്കം പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും ഇത് ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങളടക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും ഒരു ആശങ്ക ജനങ്ങൾക്ക് ഉണ്ട്. ഈ പെട്രോൾ പമ്പുകളിലേക്കൊക്കെ ആളുകൾ വരുന്ന ഒരു സമയം ആകുന്നതേ ഉള്ളൂ.
ശരി, എന്തായാലും പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചതോടുകൂടി ജനങ്ങൾക്കത് കൂടുതൽ ബാധ്യതയായിരിക്കും. ഇനിയും വില കൂടുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ട്. അദ്ദേഹം നേരത്തെ പ്രതികരിച്ച് നമ്മൾക്ക് കിട്ടിയ ഒരു പ്രതികരണത്തിൽ എന്ന് പറഞ്ഞത് പലരും അത്തരത്തിലൊരു ആശങ്ക കൊണ്ട് ഇന്നലെ തന്നെ പലരും ഫുൾ ടാങ്ക് അടിച്ചു പോയി എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഇനി വരും മണിക്കൂറുകൾ പെട്രോൾ പമ്പിലൊക്കെ കൂടുതൽ തിരക്കൊക്കെ നമുക്ക് കാണാം. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.